ദുരിതരാശികൾ യഥാവലെ സംഹൃതങ്ങളായി ചമയുമെന്നല്ലോ നിശ്ചയമത്രയാവുന്നത്. സ വാസുദേവ വപ്പായാൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ച് രാജാക്കന്മാരെ ക്ഷണിച്ച സമയത്തെങ്കിൽ ഓരോരോ രാജാക്കന്മാരായി വില്ലെടുക്കാനായി കൊണ്ട് പരിശ്രമിച്ച് അപ്രാപ്തന്മാരായി മടങ്ങിയതിനു ശേഷം ചില ബ്രാഹ്മണരുടെ നിർബന്ധപ്രകാരം ബ്രാഹ്മണ വേഷധാരിയായിട്ടുള്ള അർജുനൻ വില്ലെടുക്കാനായി കൊണ്ട് പുറപ്പെടുകയും ചെയ്തു. തദനന്തരമാകട്ടെ പ്രദക്ഷിണീകൃത്യ തദപ്രണമ്യ കോദണ്ഡമാദായ ച സവ്യസാചീ ഉദഞ്ജയൻ പഞ്ചശവാരമേനം ആരോപയാമാസ ബലീസലീലം. സവ്യസാചി പ്രദക്ഷിണീകൃത്യ സവ്യസാചി പ്രദക്ഷിണത്തെ ചെയ്തു. സവ്യസാചി അർജുനൻ ആദ്യമായിട്ട് ആ വില്ലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുകയുണ്ടായത്. അനവധി രാജാക്കന്മാർ പരാജയപ്പെട്ട സ്ഥലത്ത് കാണിപ്പോ നിൽക്കുന്നത്. അവരൊക്കെ മോശക്കാരായിട്ടാണോ പരാജയപ്പെട്ടത്? അതല്ല, കേമന്മാരാ, മഹാരഥന്മാരാ, അതിശക്തന്മാരായിട്ടുള്ളവരാ. അവരാരൊക്കെയാണെന്ന് നോക്കാം. ഇതായിരിക്കും മഗധ രാജാവ് ജരാസന്ധൻ. പാഞ്ചാലിന്ന് മോഹിച്ച് ചാടി പുറപ്പെട്ടതല്ലേ. ഈ വയസ്സ് കാലത്ത് വിവാഹപ്രായമൊക്കെ കഴിഞ്ഞേക്കണു. എന്നാലും കന്യകയോടുള്ള മോഹം കൊണ്ട് ഉത്സാഹിച്ച് പുറപ്പെട്ടതാ. എന്നിട്ടോ വില്ലെടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രല്ല, അതിലുള്ള പെണ്ണൊക്കെ പൂവും ചേർന്ന് മോപധാരിട്ടിരിക്കണ കണ്ടില്ലേ? ധാരാപതൻ, ചേതി രാജാവ്, ശിശുപാലൻ, മഹാവേമന മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. തനിക്ക് തന്നെ പാഞ്ചാലി എന്നുള്ള ഗർഭമാണ് ഇറങ്ങി പുറപ്പെട്ടതാ. എന്നിട്ടോ ഇപ്പൊ അദ്ദേഹത്തിനും വില്ലൊന്നും എടുക്കാൻ പറ്റാണ്ട് അബദ്ധമായിട്ടിരിക്കുക. ആരത്? ശല്യനല്ലേ. കണ്ടാൽ തന്നെ അറിയാം ഒരു ശല്യാണ് എന്നുള്ളത്. മറ്റുള്ളവർക്കും കൂടി ശല്യായി എന്നല്ലാണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല, വില്ലെടുക്കാൻ സാധിച്ചിട്ടില്ല. ആരായിരിക്കുന്നത്? കൗരവ ചക്രവർത്തി ദുര്യോധനൻ. അദ്ദേഹത്തിന്റെ കാര്യമാണെങ്കിൽ കുറെ കൂടി കഷ്ടം. തനിക്ക് പകരം തന്റെ സുഹൃത്തായിട്ടുള്ള, തോഴനായിട്ടുള്ള, സഖാവായിട്ടുള്ള കർണനെ കൊണ്ട് കാര്യം സാധിക്കാമെന്ന് നിരീക്ഷിച്ച് പുറപ്പെട്ടതാ. എന്നിട്ടോ ഇപ്പൊ സഖാക്കന്മാരൊക്കെ ഒരുമിച്ച് പരിശ്രമിച്ചിട്ടും പരാജയപ്പെടുന്നുണ്ടായത്. അങ്ങനെ കേൾക്കാല് സഖാക്കളൊക്കെ പരാജയപ്പെടുന്നുണ്ടായത്. ഇങ്ങനെ ചില രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. അസംഖ്യം രാജാക്കന്മാർ അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ ചില ബ്രാഹ്മണർ നമ്മളിങ്ങനെ ആലോചനേ, ഇവിടുത്തെ കഥയൊക്കെ മനസ്സിലായില്ലേ? എന്താണോ എടോ, പാഞ്ചാലിയുടെ വിവാഹം നടക്കില്ലെന്നോ സംശയം? പാഞ്ചാലിയുടെ വിവാഹം നടക്കില്ലെന്നോ? എടോ, രാജാക്കന്മാരൊക്കെ പരാജയപ്പെട്ടു. ഇനിയിപ്പോ ക്ഷത്രിയരായിട്ട് ആരും വില്ലെടുക്കാൻ ബാക്കിയില്ലാത്ത അവസ്ഥയാ. പാഞ്ചാലിയുടെ വിവാഹം നടക്കുമെന്ന സംശയം. പാഞ്ചാലിയുടെ വിവാഹം നടന്നില്ലെങ്കിൽ നമുക്കുണ്ട് അതിന്റെ ക്ഷീണം. എന്താണോ ക്ഷീണം? നമ്മൾ രാജാക്കന്മാരൊന്നല്ലല്ലോ, ബ്രാഹ്മണരല്ലേ. പിന്നെ നമുക്ക് എന്താണ് ക്ഷീണം? എടോ, പാഞ്ചാലി നമുക്കൊക്കെ ദക്ഷിണത്ത് നമ്മളെ നമസ്കരിക്കണ്ടായില്ലേ? അതെ, അപ്പൊ അനുഗ്രഹിക്കണ്ടായില്ലേ? ദക്ഷിണൊക്കെ കേമായിട്ട് കിട്ടിയിട്ടുണ്ട്, അനുഗ്രഹവും കേമായിട്ടുണ്ട്. ദക്ഷിണൊക്കെ കേമായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്വർണ്ണൊന്നും ദക്ഷിണയായിട്ട് കിട്ടിയിട്ടില്ലല്ലോ. തന്ത്രിക്കാണെങ്കിലും ദക്ഷിണയായിട്ടാണെങ്കിലും സ്വർണ്ണൊക്കെ ഇപ്പൊ വലിയ അപകടമാണെന്നാ കേൾക്കണത്. ഇനിയിപ്പോ ദക്ഷിണ കിട്ടിയ സ്വർണം ഇല്ലത്ത് കൊണ്ട് വെച്ചാലോ അതും ഒന്ന് പരിശോധിക്കുന്ന പറയുന്നത്. അതുകൊണ്ട് മനസ്സിരുത്തണം, സ്വർണ്ണമൊന്നും ദക്ഷിണയായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ അനുഗ്രഹം ഗെയിമായിട്ടുണ്ട്. അതെ, താൻ എന്താ അനുഗ്രഹിച്ചത്? ഞാൻ കുറച്ച് ഗെയിമായിട്ടാണ് കേട്ടോ. ഞാനും പറയാ, കേക്കട്ടെ. ദീർഘ സുമംഗലീഭവ, അനവധി കാലം സുമംഗലിയായിട്ടിരിക്കട്ടെ. അനവധി കാലം പോയിട്ട് കുറച്ചു കാലം സുമംഗലിയായിട്ടിരിക്കണമെങ്കിൽ കൂടി വിവാഹം കഴിയണ്ടേ? അത് വേണം. അപ്പൊ പാഞ്ചാലിയുടെ വിവാഹം നടന്നില്ലെങ്കിൽ തന്റെ അനുഗ്രഹത്തിന് ഫലമില്ലാന്ന് വരും അല്ലേ? അതെ, താൻ എന്താ അനുഗ്രഹിച്ചത്? ഞാൻ കുറെ കൂടി ഗെയിമായിട്ടാണ് കേട്ടോ. അതും പറയാ, കേക്കട്ടെ. വീരപ്രസൂഭവ, വീരന്മാരായ പുത്രന്മാരുണ്ടാവട്ടെ. വീരന്മാർ പോയിട്ടില്ല, ഇതുപോലെ വർഷമാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവണമെങ്കിൽ കൂടി വിവാഹം കഴിയണ്ടേ? അപ്പൊ പാഞ്ചാലിയുടെ വിവാഹം നടന്നില്ലെങ്കിൽ
അവസ്ഥയാ. എപ്പോഴാ എവിടുന്ന പ്രഹരം കിട്ടാൻ നിശ്ചയമില്ല. അല്ല, പ്രവൃത്തിയുടെ ഫലം കൊണ്ടാണേ. ഇനിയിപ്പൊ നമ്മുടെ പ്രവൃത്തിക്ക് ഫലം ഇല്ലാതെ കൂടി അറിഞ്ഞാലോ, ഇതൊക്കെ പൊട്ടിച്ച് കളയാ ഭേദം. വരട്ടെ, പാഞ്ചാലിയുടെ വിവാഹം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ രാജാക്കന്മാരുടെ വേണമെന്നുണ്ടോ, ബ്രാഹ്മണരായാലും പോരെ. നോക്കുക, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് പ്രേരിപ്പിക്കാലോ. അങ്ങനെ ബ്രാഹ്മണർ ചിലര് അവരുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കി പുറപ്പെട്ടു. ഈ വിദ്വാനായാലോ? പക്ഷേ അയാൾ വേണ്ട, അദ്ദേഹത്തിന് എണീച്ചെടുക്കാനുള്ള ശേഷി കൂടി ഇല്ല. ഇയാളെ പിന്നെടുക്കാൻ പുറപ്പെട്ട അബദ്ധമേ ഉള്ളൂ. ഏതായാലും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ സുന്ദരനായാലോ? സുമുഖന. പക്ഷേ കണ്ട വിവാഹപ്രായമായിട്ടില്ല തോന്നുന്നു. എടാ, താൻ വിഷമിക്കണ്ട കേട്ടോ. തനിക്ക് വിവാഹപ്രായമായ വേറെ കന്യകയെ തരാം, പാഞ്ചാലി അല്ലെങ്കിൽ വേറെ തരാം. താൻ വിഷമിക്കണ്ട കേട്ടോ. ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറ്റിയ ഒരാൾ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു പൊണ്ണനിരിക്കണു, അയാളെ കൊണ്ട് സാധിക്കും. അവരെ കണ്ടത് ബ്രാഹ്മണരുടെ ഇടയില് ബ്രാഹ്മണ വേഷത്തിലിരിക്കണം ഭീമസേനയായിരുന്നു. അപ്പോ പഴവർ 5 ആളും ബ്രാഹ്മണ വേഷത്തിൽ, പ്രച്ഛന്ന വേഷത്തിൽ പരസ്പരം കാണത്തക്ക വിധത്തില് പല ഭാഗങ്ങളിലുമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഭീമസേനെ അവർ കണ്ടത്. കാണാൻ ഭാഗത്തിലുണ്ടല്ലോ ആ ശരീരം. ഭീമസേന നടന്നിട്ടല്ല, ഏതോ ഒരു പൊണ്ണൻ അത്രയും ബ്രാഹ്മണന് മനസ്സിലാക്കിയിട്ടുള്ളൂ. അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അല്ലേ പൊണ്ണ ബ്രാഹ്മണൻ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? രാജാക്കന്മാരൊക്കെ പരാജയപ്പെട്ടു. ഇനിയിപ്പോ ക്ഷത്രിയരായിട്ട് ആരും വില്ലെടുക്കാൻ ബാക്കിയില്ലാത്ത അവസ്ഥയാ. പാഞ്ചാലിയുടെ വിവാഹം നടക്കില്ലെന്നാ സംശയം. അപ്പൊ നമ്മുടെ ഇടയില് ബ്രാഹ്മണരുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാ തന്നെ കണ്ടത്. തന്നെ കൊണ്ട് സാധിക്കും, നാം മടിക്കേണ്ട, പുറപ്പെട്ടോളൂ. ബ്രാഹ്മണര് ഭീമസേനനെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അവരെ ബ്രാഹ്മണരുടെ ഇടയിൽ തന്നെ ബ്രാഹ്മണ വേഷധാരിയായിട്ടിരിക്കണം അർജുനന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവര് അർജുനന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. പക്ഷെ ബ്രാഹ്മണർ അർജുനാന്ന് അറിഞ്ഞിട്ടല്ല, ഏതോ ഒരു സുന്ദരൻ അത്രയും ബ്രാഹ്മണരെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അവരെ അർജുനന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അന്നേ സുന്ദര ബ്രാഹ്മണൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? രാജാക്കന്മാരൊക്കെ പരാജയപ്പെട്ടു. ഇനിയിപ്പോ ക്ഷത്രിയരായിട്ട് ആരും വില്ലെടുക്കാൻ ബാക്കിയില്ലാത്ത അവസ്ഥയാ. പാഞ്ചാലിയുടെ വിവാഹം നടക്കുമെന്നൊരു സംശയം. പാഞ്ചാലിയുടെ വിവാഹം നടന്നില്ലെങ്കിൽ നമുക്കും ഉണ്ടായിരുന്നു ക്ഷീണം. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ബ്രാഹ്മണരുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പുറപ്പെട്ടപ്പോഴാ ഇരിക്കണ പൊണ്ണ ബ്രാഹ്മണൻ പറഞ്ഞത് തന്നെ കൊണ്ട് സാധിക്കുന്നത്. മടിക്കണ്ട, പുറപ്പെട്ടോളൂ, ഉത്സാഹിക്കൂ. അവര് അർജുനനെ ഇങ്ങനെ നിർബന്ധിച്ചു. പിന്നെ സുന്ദരായി തന്റെ ഒരു ഭാഗ്യം കേട്ടോ, ആ അർജുനന് കൊടുക്കാൻ വെച്ചതാ പാഞ്ചാലിയെ. ആ വിദ്വാൻ തീയപ്പെട്ടു സിദ്ധി കൂടി. തന്റെ ഭാഗ്യം. അവരിത് പറഞ്ഞത് അർജുനനോട് തന്നെയാണ്. പക്ഷെ ബ്രാഹ്മണർക്ക് അത് അറിയില്ലല്ലോ. കാരണം അർജുനൻ ബ്രാഹ്മണ വേഷത്തിലാണെന്നോ. പിന്നെ സുന്ദര, ഈ സ്വയംവരം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചത് നല്ല ഭാഗ്യം. അതിന്റെ രാജാക്കന്മാരൊക്കെ പരാജയപ്പെട്ടെന്നല്ല ഭാഗ്യം. പിന്നെ ആയിരിക്കണ പൊണ്ണന് വേണ്ടാന്ന് പറഞ്ഞതോ തന്റെ പരമഭാഗ്യം. അയാളുടെ മനസ്സ് മാറിയപ്പോ പെട്ടെന്ന് പുറപ്പെട്ടുള്ളൂ. ഉത്സാഹിക്കൂ. അവരെ അർജുനനെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ആദ്യം കുറച്ച് തടസ്സൊക്കെ പറഞ്ഞു, പിന്നീട് പോകാൻ തീർച്ചയാക്കി. അഭിപ്രായത്തിനായി ജ്യേഷ്ഠനായ ധർമ്മപുത്രനെയും ഭഗവാൻ ശ്രീകൃഷ്ണനെയും ഒന്ന് നോക്കി. അവരും കണ്ണുകൊണ്ട് അടയാളം കാണിച്ചു. പിന്നെ താമസിച്ചില്ല, പുറപ്പെട്ടു. ദ്രോണാചാര്യരെ, കൃപാചാര്യരെ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാരെ വഴി പോലെ നമസ്കരിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സുകൊണ്ട് നമസ്കരിച്ചു. എന്നിട്ട് വില്ലെടുക്കാനായിട്ട് പുറപ്പെട്ടു. പിന്നെ അനവധി ബ്രാഹ്മണരും കൂടി എല്ലാരും വരിക, സുന്ദരനെ സഹായിക്കാൻ നമുക്കും കൂടെ ചെല്ലാം, എല്ലാരും വരിക. എന്താ അതിന്റെ പിന്നിലൊക്കെ അങ്ങനെ നിൽക്കണത്? അവിടെ നിൽക്കാണ്ട് മുന്നിലേക്ക് വരിക, സുന്ദരനെ സഹായിക്കാൻ നമുക്കും കൂടെ ചെല്ലാം. അമാന്തിച്ചിരിക്കാതെ വരിക, എല്ലാരും വരിക. അങ്ങനെ ബ്രാഹ്മണർ ആൾക്കാരെ വിളിച്ചു കൂട്ടി അർജുനന്റെ പിന്നാലെ ചെന്നു. അർജുനൻ ആദ്യമായിട്ട് വേദിയിൽ ചെന്ന് പ്രദക്ഷിണീകൃത്യ വില്ലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യണ്ടായത്. ഇത് കണ്ടില്ലേ? ബ്രാഹ്മണർക്കൊക്കെ ഉത്സാഹമായി. സുന്ദരൻ വിജയിക്കും, സംശയമില്ല. അദ്ദേഹത്തിന് നേരെയാൻ വേണ്ടി നമുക്കും വേണം വില്ലിനെ ഒന്ന് പ്രദക്ഷിണം വെക്കാൻ. അങ്ങനെ തുടങ്ങി ബ്രാഹ്മണര് വില്ലിനെ പ്രദക്ഷിണം വെക്കാൻ. ഇത് കഴിഞ്ഞപ്പോ അർജുനൻ തഥപ്രണമ്യ വില്ലിനെ ഒന്ന് പ്രണമിച്ചു, ഒന്ന് നമസ്കരിച്ചു. ഇതും കൂടി കണ്ടില്ലേ? ബ്രാഹ്മണർക്കൊക്കെ അത്യുത്സാഹമായി. സുന്ദരൻ വിജയിക്കും, ഞാൻ പറഞ്ഞില്ലേ, സംശയമില്ല. അദ്ദേഹത്തിന് നേരെയാൻ വേണ്ടി നമുക്കും വേണം വില്ലിനെ ഒന്ന് നമസ്കരിക്കാൻ. അങ്ങനെ തുടങ്ങി ബ്രാഹ്മണര് വില്ലിനെ നമസ്കരിക്കാൻ. വരട്ടെ, താൻ എന്താ ഈ കാണിക്കുന്നത്? അല്ല, വില്ലിനെ നമസ്കരിക്കാൻ. താൻ മന്ത്രം ചൊല്ലിയോ? മന്ത്രം ഒന്നും ചൊല്ലിയില്ല. മന്ത്രം ചൊല്ലണ്ട, നമസ്കരിച്ച ഫലമില്ല. സമന്ത്രമായിട്ട് വേണം. എന്താ, എനിക്ക് വില്ലിനെ നമസ്കരിക്കാനുള്ള മന്ത്രം അറിയോ? എനിക്കറിയില്ല. തനിക്കോ? കണ്ടിട്ട് മന്ത്രമൊക്കെ അറിയാൻ കൂട്ടത്തിലാണല്ലോ. അവിടെ പിന്നെ ചോദിക്കാണ്ടിരിക്കുക ഭേദം. മന്ത്രം പോയിട്ട് നമസ്കരിക്കാൻ കൂടി അറിയാത്ത വകയാ. വീടാണെങ്കിൽ തന്നെ മലർന്നേ വീഴൂ, കവിടുന്ന നമസ്കാരാവോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ചോദിക്കാണ്ടിരിക്കുക ഭേദം. അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രം, എന്നാ ഞാനൊരു മന്ത്രം ഉണ്ടാക്കിയല്ലോ. തനിക്ക് മന്ത്രമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമോ? അട്ടെ, കേക്കട്ടെ. അംഗഭംഗ കലിംഗാനാം അംഗഭംഗ വിധായിനെ ഉച്ചണ്ഡതര കോദണ്ഡ പ്രധാനായ നമോ നമഃ. മന്ത്രം ഗെയിമായിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ മന്ത്രം പെട്ടെന്ന് പഠിച്ച് ചൊല്ലാൻ പറ്റുമെന്നാ സംശയം. അതെങ്ങനെയാ ഒന്നുകൂടി ചെറുതാക്കാൻ സാധിക്കുമോ? ഇത്രയ്ക്ക് എന്നെ ചെറുതാക്കിയതിന്റെ പാട് എനിക്ക് അറിയുന്നു. ഇനി ചെറുതാക്കാൻ
സാധിക്കില്ല. എന്നാ ഞാനൊരു മന്ത്രം ഉണ്ടാക്കിയാലോ? എനിക്ക് മന്ത്രമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇതുപോലെ വലിയ മന്ത്രമൊന്നും വേണ്ട, ചെറുതായിക്കോട്ടെ. അവര് ആ വിദ്വാനോട് പറഞ്ഞു. അയാള് ജരാസന്ധന്റെ പല്ലി കളഞ്ഞ മന്ത്രം ഹേമായിട്ടുണ്ട്. ചെറുതാ, അർത്ഥവും ഹേമ, പെട്ടെന്ന് പഠിക്കാനും ചൊല്ലി നമസ്കരിക്കാനും ഒക്കെ സാധിക്കും. എല്ലാരും വരിക. ഇങ്ങനെ തുടങ്ങി ബ്രാഹ്മണരെ വില്ലിനെ മന്ത്രം ചൊല്ലി നമസ്കരിക്കാൻ. ജരാസന്ധന്റെ പല്ലി കളഞ്ഞ ജരാസന്ധന്റെ പല്ലി കളഞ്ഞ ജരാസന്ധന്റെ വില്ല് കളഞ്ഞ പല്ലായനമ. ആരാണ് മന്ത്രം പഠിച്ച് ചൊല്ലുന്നത്? പല്ലിനെ അല്ല, വില്ലിനെ നമസ്കരിക്കേണ്ടത്. മന്ത്രം പഴക്കരുത്. ഇവരൊക്കെ നമ്മൾ പഴക്കുണ്ടോ നോക്കാനായിട്ട് ഇരിക്കണോരാ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പഴക്കരുത്. തുടങ്ങി മന്ത്രം ചൊല്ലാനും അത് പഴയ്ക്കാനും പിഴ തീർക്കാനും. അർജുനൻ അത് ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ആ വില്ലെടുക്കാനായിട്ട് പുറപ്പെട്ടു. സുന്ദര, താനെ എന്തായി കാണിക്കണ? വരട്ടെ. എന്താ എടോ, ഞങ്ങളൊക്കെ തന്റെ കൂടെ വന്നത് എന്താണെന്ന് എനിക്കറിയോ? എടോ, തന്നെ സഹായിക്കാൻ. അതുകൊണ്ട് ഒരു തല പിടിച്ചാൽ മതി, മറ്റേ തല ഞങ്ങൾ വാങ്ങിക്കോളാം. പിന്നെ സുന്ദര, ഇനിയുള്ള കാലൊന്നും ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാന്ന് ആരും തിരിക്കേണ്ട. ഒരുമിച്ച് പരിശ്രമിക്കാൻ ഭേദം. ഇങ്ങനെ കേൾക്കാല്ലേ ഓരോരുത്തരുടെ കഥ. ഒറ്റയ്ക്കാവാൻ തിരിച്ച് പുറപ്പെട്ടതാ. ആരെങ്കിലും കൂടെ കൂട്ടിയാൽ മതിയായി. അതുകൊണ്ട് ആ അവസ്ഥ വരാതിരിക്കാൻ ഒരുമിച്ച് പരിശ്രമിച്ചാൽ മതി. അർജുനൻ അത് ശ്രദ്ധിച്ചില്ല. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഇത് താൻ ഒരാളെ കൊണ്ട് സാധിക്കണമെന്ന്. പിന്നെ ശക്തിയില്ലാത്ത അനവധി ആൾക്കാരെ കൂടെ കൂട്ടിനേക്കാളും നല്ലത് സ്വന്തം ശക്തി കൊണ്ട് പരിശ്രമിക്കണതാ. അർജുനൻ ഇടത്തെ കൈ കൊണ്ട് കോദണ്ഡം ആദായ ആ വില്ലെടുത്തു. ഇത് കണ്ടില്ലേ, ബ്രാഹ്മണർക്കൊക്കെ ആശ്വാസമായി. സുന്ദരം വിജയിക്കും, സംശയമില്ല. അപ്പോഴേക്കും അർജുനൻ കയ്യിലുള്ള വില്ലും എടുത്തു. മേപ്പെട്ടവരെയാണ് ബ്രാഹ്മണരെ നിരീക്ഷതല്ല. എന്തായി കാണിക്കണത്? അവന്റെ താഴെ വന്ന് ഞങ്ങളുടെ തലയിൽ വീണ ഞങ്ങളുടെ കഥ കഴിയില്ലേ? ബ്രാഹ്മണർ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരുന്നു. അർജുനൻ അത് ശ്രദ്ധിച്ചില്ല. അദ്ദേഹം താഴേക്ക് വന്ന വില്ല് തന്റെ വലത്തെ കൈ കൊണ്ട് പിടിച്ചു. ബ്രാഹ്മണർക്ക് ആശ്വാസമായത്. പക്ഷെ അർജുനൻ അപ്പോഴേക്കും കൊടുത്തു. വീണ്ടും മേപ്പെട്ടവരാണ്. ഇതും ബ്രാഹ്മണരെ പ്രതീക്ഷിച്ചതല്ല. സുന്ദരകാലം എന്തായി അന്തല്ലാത്തവരോട്ടും കാണിക്കുന്നത്? ഒരു വട്ടം തന്നെ എനിക്ക് പിടിക്കാൻ പറ്റിയത് തന്റെ ശക്തി കൊണ്ടൊന്നുമല്ല, ഞങ്ങളുടെ കഷണ്ടിയുടെ ഭാഗ്യം കൊണ്ടാ. അതെപ്പോഴും സാധിച്ചു എന്ന് വരിക. ബ്രാഹ്മണരെ വീണ്ടും പിന്നെ ഒളിക്കാൻ തുടങ്ങി. കുതഞ്ജയൻ പഞ്ചശവാരമേലം. അർജുനൻ 5-6 പ്രാവശ്യം ആ വില്ല് മേപ്പെട്ടെറിഞ്ഞിങ്ങനെ പിടിച്ചു. ഇത് അഭ്യാസികളുടെ ഒരു ലക്ഷണം. ആയുധം കൈ കിട്ടി അതുകൊണ്ടൊരു കളി. അതിനുശേഷം ആ വില്ലെടുത്ത് അതിന്റെ കടകുത്തി തല വളച്ച് ഞാണുകൂട്ടി കെട്ടി. ആരോപയാമാസ. ആ വില്ല് വിളിച്ചു. ഞാൻ വളരെ ക്ലേശിച്ചിട്ടാണോ അത് ചെയ്തു വെച്ചാ? അതല്ല. പിന്നെയോ, ശരീരം ഒരു കളിയായിട്ടാ, ഒരു പ്രയാസം കൂടാതെ അദ്ദേഹം ചെയ്തത്. അതെങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചു എന്നാണെങ്കിലോ, ബലവാനാണ് അദ്ദേഹം. ദേവേന്ദ്രന്റെ പുത്രൻ, ഭീമസേനന്റെ അനുജൻ, ദ്രോണാചാര്യരുടെ ശിഷ്യൻ. അപ്രകാരമെല്ലാം ഇരിക്കുന്ന അർജുനൻ യാതൊരു പ്രയാസവും കൂടാതെ കണ്ട് ആ വില്ലെടുത്ത് അതിന്റെ കടകുത്തി തലവളച്ച് ഞാണുകൂട്ടി കെട്ടി വില്ലു കുലച്ച് ലാക്കു ഖണ്ഡിക്കുവാനുള്ള ഉത്സാഹത്തോടു കൂടി ആയോടെ വർത്തിക്കുകയും ചെയ്തു. ആ സമയത്തിങ്കിൽ യാതൊരു ഭഗവാൻ ശ്രീകൃഷ്ണനോ തന്റെ പരമഭക്തയായിട്ടുള്ള പാഞ്ചാലിയെ ഇഷ്ടമായ അർജുനൻ പാണിഗ്രഹണം ചെയ്യുന്ന മുഹൂർത്തത്തെയും പ്രതീക്ഷിച്ച് ആനന്ദതുന്തിലനായി ആയോടെ വർത്തിക്കുകയും ചെയ്തു. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനോ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ.